ലേഖ യു എയിൽ വന്നിട്ട് എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ വന്നിട്ട് 21 വർഷമായി. 21 കൊല്ലായി. 21 വർഷമായി. വിവാഹത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. പിന്നീട് കുടുംബജീവിതമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വന്ന കാലം മുതൽ സാഹിത്യ കൂട്ടായ്മയെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ്? വന്ന സമയത്തല്ല, മോൾക്ക് ഒരു 5 വയസ്സാവുന്ന സമയത്താണ് കൂട്ടം എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതൊരു വെബ്സൈറ്റാണ്. അതുവഴിയാണ് ഞാൻ കോളേജിന് ശേഷം സാഹിത്യത്തിലേക്ക് തിരിയുന്നത്. NS ജ്യോതികുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അദ്ദേഹമാണ് അദ്ദേഹം ജയമോഹൻ എന്ന് പറയുന്ന മറ്റൊരു ആളും കൂടി ഉണ്ട്. അവർ രണ്ടുപേരോടെയാണ് കൂട്ടം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നത്. അതിനകത്ത് ഒരുപാട് എഴുത്തുകാർ ഉണ്ടായിരുന്നു. നമ്മുടെ സജീവ് എടത്താടൻ, നിരക്ഷരൻ എന്ന് വിളിക്കുന്ന ഒരാള്, അങ്ങനെ എനിക്കൊന്ന് ഇപ്പൊ യു എയിൽ അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാർ അതിലുണ്ടായിരുന്നു. ശിവപ്രസാദ്, നമ്മുടെ ശിവേട്ടൻ, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു ചന്തമൊക്കെ അങ്ങോട്ട് പ്രധാനമായിട്ടും ഫേസ്ബുക്ക് ഒക്കെ വന്നതിന് ശേഷമാണ്. ഫേസ്ബുക്ക് ഒക്കെ അതിന്റെ ഒരു അതിപ്രസരം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. എങ്കിലും ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മ ഇപ്പോഴും സജീവമാണ്. അതിലുള്ള എല്ലാവരും നന്നായിട്ട് കലാപരമായിട്ടൊക്കെ ഒരുപാട് കഴിവുള്ളവരുണ്ട്, കവികള് ഉണ്ട്, അവരെല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ നിന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഞാൻ 21 വാരിയലുകൾ പുസ്തകം എഡിറ്റ് ചെയ്യുന്നതും അതിലൂടെയാണ് കൂടുതലായിട്ട് ഞാൻ ഈ പുസ്തകോത്സവത്തിന് മറ്റും വരുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു പുസ്തകത്തിന് ശേഷമാണ് ഇതിലേക്ക് കൂടുതലായിട്ട് സജീവമായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം സാഹിത്യ കൂട്ടായ്മകളായിട്ടുള്ള നമ്മുടെ അക്ഷരക്കൂട്ടം, കാഫ് തുടങ്ങിയ സംഘടന, മഷി അക്ഷര കൂട്ടായ്മയിലാണ് ഞാൻ ആദ്യം ഇവിടുത്തെ ഒരു സാഹിത്യ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. പിന്നീടാണ് അക്ഷരക്കൂട്ടം കാഫിലേക്കൊക്കെ വരുന്നതും. ഓക്കെ, അതിലൊക്കെ എല്ലാത്തിലും ഇപ്പൊ ഞാൻ സജീവമാണെന്ന് പറയാം. അതെ, പിന്നെ നമ്മുടെ ഈ പ്രവാസ സാഹിത്യ ലോകം എന്ന് പറയുന്നത് വളരെ ഒരുപാട് വലിപ്പമുള്ളതല്ല, ചെറിയൊരു അതാണ്. അപ്പൊ എല്ലാ സൗഹൃദ കൂട്ടായ്മയിലും ഒരേ ആൾക്കാരൊക്കെ തന്നെയാണെന്നുള്ളതും ഒരു സന്തോഷമാണ്. നമ്മൾ ആരുടെ ഒരു പ്രവർത്തനം, ആരുടെ ഒരു പരിപാടി വെച്ചാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതേ കൂട്ടുകാരെ തന്നെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് അതും ഒരു സന്തോഷമാണ്. ലേഖയുടെ മുഖം കാണുമ്പോൾ എനിക്കും അത് അന്ന് പുസ്തക ചർച്ച നമ്മുടെ രണ്ടാളെ കുറിച്ചിട്ട്, അപ്പൊ എന്റെ കൂടെ ഇല്ലത് നിലാത്തിരിയാണ്, ലേഖയാണ് അടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോ എനിക്കും ഒരു എന്താ പറയാ, ഒന്ന് ഉഷാറായി. ഓക്കെ, എന്റെ പ്രിയപ്പെട്ട ഒരാള്. പിന്നെ ലേഖയുടെ ആ ഒരു ബോൾഡ്, ആ ഒരു രീതി കുറച്ചെന്നിലേക്കും അടുത്തിരിക്കുമ്പോ കിട്ടുന്നുണ്ടോ? അത് ഗീതേച്ചി എൻ്റെ കൂടെ ഉള്ളതും അതും എനിക്ക് അതുപോലെ തന്നെ സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗീതേച്ചി ഇപ്പൊ എന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞു, ഗീതേച്ചിയെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. ഗീതേച്ചിയെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ പൊതുവെ പറയുമ്പോൾ മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പം എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം, എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിലാണ് സ്നേഹം. എനിക്ക് അങ്ങനെ അധികം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ എനിക്ക് അത്ര കണ്ട് അറിയില്ല. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ കാണുന്ന മനുഷ്യരോട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉള്ളിൽ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്കത് വരില്ല, അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഗീതേച്ചി അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമാണ്. ഗീതേച്ചി വന്നിട്ട് എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിച്ച് എവിടെയാണ് നാട്, എവിടെയാണ് വീട്, ഇങ്ങനെല്ലാം ചോദിച്ച് ഇങ്ങനെ വന്നിട്ട് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സൗഹൃദമാണ് ഗീതേച്ചി നമുക്ക് എല്ലാവർക്കും തരുന്നത്. അത് എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഒരു വലിയ, ഞാൻ ഇവിടെ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ഗീതേച്ചിയുടെ കാര്യം. അത് ജസ്റ്റിന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പറഞ്ഞേനെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഒരിടത്തും നമ്മൾ ഒരു കാരണവശാലും കുറ്റം പറയാൻ പാടില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമാണ്. എല്ലാവരെയും കാണുമ്പോൾ ഓടിച്ചെന്ന് വർത്താനം പറയാം, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് സാധിക്കുന്നുമില്ല. അത് വേറൊരാളിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലേ? നമ്മൾ എപ്പോഴും എനിക്ക് വലിയ സന്തോഷമാണ് ഗീതേച്ചി എല്ലാവരോടും വന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് പുതിയ പരിചയങ്ങൾ ഉണ്ടാക്കുന്നത്, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത്, മറ്റ് മറകളൊന്നും ഇല്ലാതെ അവരോട് സംസാരിക്കുന്നത്, നിനക്കെന്താ വിശേഷം, നീ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്കത് സാധിക്കുന്നില്ല എന്നുള്ളത് സന്തോഷമാണ്. സന്തോഷം. ഇങ്ങനെ മുഖാമുഖം ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒന്നുകൂടെ നന്നാവണം തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും അതൊരു കാര്യമാണ്. നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് നമ്മൾ എപ്പോഴും നന്നായിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഗീതേച്ചി, നമ്മൾ എത്രത്തോളം നന്നായിട്ട് നിന്നാലും എല്ലാ തലങ്ങളിലും നമുക്ക് നന്നായിട്ട് പെരുമാറാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തേതായിരിക്കും.
നമുക്ക് നമ്മുടേതായിട്ടുള്ള നീതിബോധങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിൽ വന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ചല്ല നമുക്ക് ചുറ്റുപാട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വേറൊരാളായിട്ട് മാറും. അത് വേറൊരു പ്രവൃത്തി നമ്മളിൽ നിന്ന് വന്നേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ സംഭവിച്ചു പോവാറുണ്ട്. അങ്ങനെയൊക്കെ അപ്പൊ മറ്റൊരാൾ പഴി പറഞ്ഞിട്ട് കാര്യത്തിൽ ഇത്രയും നന്മയുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? അതൊന്നും അല്ല. അപ്പൊ സമൂഹത്തിൽ കാണുന്ന ഒരു തിന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ അവിടെ നമുക്ക് നന്മ ഇല്ലാതാവുന്നു എന്നൊന്നും പറയാനേ സാധിക്കില്ല. അത് നമ്മൾ രൂക്ഷമായിട്ടായിരിക്കും ചിലപ്പോൾ പ്രതികരിക്കുന്നത്. സത്യം. അവിടെ നമുക്ക് നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോയി, ഇവര് സ്നേഹത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ, ഇങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ചോദിക്കുക വേണം. തീർച്ചയായിട്ടും വേണം. നമ്മളെ എന്താ പറയാ, ഒരു കല്ലോ മരമൊന്നും അല്ലല്ലോ. അതെ, പ്രധാനമായിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പറയും എല്ലാവർക്കും കുടുംബ പ്രശ്നങ്ങളാണ്, ലേഖയ്ക്ക് മാത്രം സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ്. അവൾ അതിനു വേണ്ടിയിട്ട് കിടന്ന് ഇങ്ങനെ ഒത്തിരി പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് ഇപ്പൊ ഗീതേച്ചിയുടെ അടുത്ത് ഒരാള് ഒരു മോശം കാണിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും ഞാൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കും. എന്റെ ആരാണെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നതല്ല. ഇപ്പൊ ലേഖ പറയുമ്പോ ഞാൻ പറയുന്ന 10 വർഷം മുന്നേ ഇപ്പൊ ആ ഒരു സ്വഭാവത്തിന്ന് കുറച്ച് മാറി ഞാൻ ഏജിലേക്ക് കുറച്ചും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പം പ്രതികരിച്ചു എന്ന് വരും. നമ്മ എന്താ പറയാ, നമ്മള് അല്ലാണ്ട് പറ്റില്ല മുന്നോട്ട് പറ്റില്ല. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മുൻപിൽ കാണുന്ന കാര്യങ്ങൾക്ക് നീതിയില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. നമുക്ക് നമ്മളെടുത്ത ബഹുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അടിച്ചമർത്ത തീർച്ചയായിട്ടും എല്ലായിടത്തും നമ്മൾ സൂക്ഷിക്കേണ്ട മര്യാദ, പെരുമാറ്റത്തിലുള്ള മര്യാദ, സ്വഭാവത്തിലുള്ള മര്യാദ, എല്ലാ കാര്യങ്ങളും നമ്മൾ അത് മാത്രം സൂക്ഷിച്ചു. പിന്നെ മറ്റൊരാളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഇപ്പൊ ഞാൻ ഗീതേച്ചിയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഗീതേച്ചിയിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതല്ല, ഞാൻ എന്ത് നൽകും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രത്തോളം എനിക്ക് പെരുമാറ്റത്തിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എനിക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള അവസരത്തെ കുറിച്ചല്ല ഞാൻ ആലോചിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ പോയാൽ മതി, എല്ലാ ബന്ധങ്ങളും മനോഹരമാകും. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. ഒരുവിധപ്പെട്ട മനുഷ്യരെല്ലാം വേറൊരു രീതിയിൽ ചിന്തിക്കുകയും അവരെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അത് സാധിക്കാതെ വരുമ്പോൾ ശത്രുത ഉണ്ടാവുകയും അല്ലെങ്കിൽ മറ്റ് പല പല കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഈ ഒരു വാക്കില്ല, എന്താണ് അളമുട്ടിയാൽ ചെറിയും കടിക്കുന്നു. അപ്പൊ ചിലപ്പോ കടിച്ചു. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റു നമ്മൾ ആ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റു മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ മനുഷ്യർ ജീവിച്ചോട്ടെ, അതിനിടയ്ക്ക് നമ്മൾ ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കുക. പക്ഷേ മറ്റുള്ളവരെ ചൂഷണം ചെയ്തും തിന്മയിലൂടെയും ജീവിക്കാതിരിക്കുക, അങ്ങനെയും കൂടെ ഉള്ളൊരു മാന്യത നമുക്കുണ്ടായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്, എഴുത്തുകാരിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്കതൊരു ഭയങ്കര നിർബന്ധം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എഴുത്തിലൂടെയാണ് നമ്മൾ എപ്പോഴും നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു മാധ്യമത്തിന്റെ അതുപോലെ അല്ല. നമ്മൾ എഴുത്തിലൂടെ എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ പുസ്തകത്തിൽ കൂടെയാണ് കൂടുതലും നല്ല മനുഷ്യരായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. ആ എഴുതുന്ന മനുഷ്യര്, അത്ര കണ്ട് വായിക്കുന്ന മനുഷ്യര്, അവര് മോശമാകുമ്പോൾ നമുക്കൊരു വേദനയാണ് അല്ലേ? അവരങ്ങനെ ആയിക്കൂടാന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ചില സംഭവങ്ങള് ലേഖന തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഭയങ്കര വിഷമമാണ്. ഇവരെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുക. അല്ലാതെ ഇപ്പം സമൂഹത്തിൽ വേറെ ഏതൊരു മേഖലയിലുള്ള ഒരാളെ കുറിച്ച് കേട്ടാലും ചിലപ്പോൾ അങ്ങനെ അത്ര കണ്ട് എനിക്കൊരു ഫീലിംഗ് വന്നോന്നിരിക്കില്ല. അത് മനുഷ്യരങ്ങനെയാണെന്ന് ചിന്തിച്ചേക്കും. പക്ഷെ എഴുത്തുകാരെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് വേറൊന്നാണ് അല്ലേ? നമ്മൾ അക്ഷരങ്ങളിൽ കൂടിയാണ് കൂടുതലും വളരുന്നത് അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, വായിച്ച് വളരുക എന്ന് പറയുന്നത് വളരുക എന്നുള്ളതല്ല, നമ്മുടെ മാനസികമായിട്ട് വളരുക, പെരുമാറ്റത്തിലൂടെ വളരുക, സ്വഭാവത്തിലൂടെ വളരുക എന്ന് പറയുന്ന ഒരു മൂല്യത്തെയാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും കാണുന്നത്. അവർ വളരുക, മറ്റുള്ളവർ വളരുന്നതിൽ സന്തോഷിക്കുക. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം. മാത്രം അങ്ങനെ പാടില്ല, ചിന്തിച്ചുകൂടാ. നമ്മൾ മാത്രം ചിന്തിച്ചുകൂടാ. എല്ലാവർക്കും ഉള്ള ഒരിടം നമ്മളെ കൊണ്ട് എന്തൊരുക്കാൻ സാധിക്കുമോ അതൊരുക്കുക, അതിലൂടെ പോവാ. പക്ഷെ അവിടെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് ചൂഷണം ചെയ്യപ്പെടാതിരിക്കുക. നമ്മുടെ നന്മയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കും, അവരിൽ നിന്ന് വഴിമാറി പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരാളെ ചൂഷണം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ, ആ മൂല്യം മാത്രം സൂക്ഷിച്ചാൽ മതി. അത് വലിയ ഭാരമൊന്നുമുള്ള കാര്യമല്ല. ചില സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ മാത്രം പോയാൽ മതി. ഞാൻ പറയുന്ന എപ്പോഴും ഒരു കാര്യമാണ്, എനിക്ക്
സ്വഭാവ സർട്ടിഫിക്കറ്റ് ഫുൾ കിട്ടിയിട്ട് നമ്മൾ മൗനം പാലിച്ച് എല്ലായിടത്തും നിശബ്ദമായി ആവശ്യമില്ലാതെ അത്രേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ എവിടെയാണോ എവിടെ ചെല്ലുന്നോ, ഇപ്പൊ സംഘടനകളുടെ കാര്യം തന്നെ പറയാം, സംഘടനകളിലാവട്ടെ നിങ്ങൾ നൽകുന്ന സ്ഥാനം മതി. അല്ലാതെ എനിക്ക് ഇന്ന സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഒരുപാട് വെപ്രാളം പിടിക്കേണ്ട ആവശ്യമില്ല. സ്ഥാനമല്ല, നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഏത് സ്ഥാനത്ത് നിന്നുകൊണ്ടും എന്ത് നല്ലതാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മൂല്യബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിലൂടെ വരുന്ന എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നുന്ന സ്ഥാനത്ത് ഇരുത്തുന്നു അങ്ങനെയൊക്കെ ഉള്ളത് മതി. നമുക്ക് യാതൊരു നിർബന്ധങ്ങളും ഉള്ള കാര്യങ്ങളല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. കലാപരമായിട്ടുള്ള കഴിവുകളാവട്ടെ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക. എനിക്ക് അതല്ലാതെ കണ്ട് എനിക്ക് ഉയരത്തിലെത്തണം എന്നുള്ള രീതി വളഞ്ഞ വഴികളിലൂടെ പോവാതിരിക്കുക. അല്ല, അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ താനേ അങ്ങ് ഉയർന്നോളൂ. അത്രേ ഉള്ളൂ. അതങ്ങനെ വരും. അതെ, 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 അർഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. അതങ്ങനെ വന്നിരിക്കും. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അത് മാത്രം അതിനു വേണ്ടി അത് മാത്രം ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഞാൻ എപ്പോഴും വന്ന് എഴുത്തുകാരെ ആ ഒരു മൂല്യം സൂക്ഷിക്കുക, സത്യം പ്രധാനമായിട്ട്.